ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. പല മക്കൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് പഴയ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് പുതുതായിട്ട് വീണ്ടും കിട്ടിയിട്ടുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ആൾക്കാരോടാണ്, നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏത് കാലയളവിലാണ് പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. 22 തൊട്ട് 23 വരെയാണ്. 23 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു ടൈം തരുന്നതായിരിക്കില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്കിപ്പം കഴിഞ്ഞ തവണ അഥവാ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സെയിം സ്ഥലത്താണ് കിട്ടിയത്, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഓൾറെഡി അവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ, അഥവാ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, അതൊന്നും പോയില്ല. നിങ്ങൾ ഒരു നോ ചേഞ്ച് ആണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളാം, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി പുതിയ സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ചോദിച്ചിരുന്നു, പുതിയ സ്കൂളിലേക്ക് കിട്ടിയ എന്താ ചെയ്യേണ്ടത്? പുതിയ സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ, ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് കിട്ടി, സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ടാമതും താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ക്ലിയർ? ഇനി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യണം? പെർമനന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം. അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ സ്പോർട്സ് കോട്ടയുടെയും കമ്മ്യൂണിറ്റി കോട്ടയുടെയും ഇതിനൊക്കെ അഡ്മിഷൻസ് കമ്മ്യൂണിറ്റി വന്നിട്ടില്ല, ബാക്കിയുള്ള അതിനൊക്കെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷനും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കാം. ഓരോ സ്കൂളിലും ഓരോ മാനദണ്ഡങ്ങളാണ്. അതുകൊണ്ട് സ്കൂളിൽ പോയി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നിങ്ങൾ അവിടുത്തെ മാനേജ്മെന്റുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അവരാണ് ആ പൈസയും കാര്യങ്ങളൊക്കെ പറയുന്നത്. എത്രയാണ് അവിടെ നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നുള്ള തുകകളൊക്കെ അവിടുന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ക്ലിയർ? സോ പല മക്കളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു കോട്ടയിൽ നിന്ന് മറ്റൊരു കോട്ടയിലേക്ക് പോകാൻ പറ്റുമോ? ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതുവരെ നമുക്ക് എന്തിന്റെ റിസൾട്ട് വന്നിട്ടില്ല? നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് വന്നിട്ടില്ല. ബാക്കി എല്ലാ കോട്ടയുടെയും റിസൾട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കോട്ട ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മറ്റൊരു കോട്ടയിലേക്ക് പോകാൻ സാധിക്കില്ല. അത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും നിങ്ങൾ ഏത് കോട്ടയാണോ ചൂസ് ചെയ്യുന്നത് ആ കോട്ട നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം എടുക്കുക. പിന്നീട് നിങ്ങൾ അയ്യോ എനിക്കിത് വേണ്ടായിരുന്നു മറ്റേതിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പൊ പല മക്കൾക്കുള്ള ഡൗട്ടാണ് ഇത്. കമ്മ്യൂണിറ്റി കോട്ടയുടെ കാര്യം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി കോട്ടയിൽ പുതുതായിട്ട് 6-ാം തീയതി തൊട്ട് ഫോംസ് കൊടുക്കുന്നുണ്ട്. രണ്ടാമതും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക. പക്ഷെ കമ്മ്യൂണിറ്റി കോട്ട എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന്റെ അറിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പല കുട്ടികളും പറഞ്ഞു സൈറ്റിൽ വന്നിട്ടില്ല, ഞങ്ങളെ പേര് വന്നിട്ടില്ല. സൈറ്റിൽ കാണിക്കുന്ന ഡാറ്റ എൻട്രി നടത്തിയിട്ടുള്ള പേരാണ്, നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പേരല്ല. എത്ര കുട്ടികൾ കൊടുത്തു അതിന്റെ പേരാണ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, അല്ലാണ്ട് നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പേരല്ല അതിലുള്ളത്. ഓക്കെ, സെലക്ഷൻ ലിസ്റ്റ് വരെ ജൂലൈ 2-നാണ്. ക്ലിയർ? അതുകൊണ്ട് എന്റെ മക്കള് സ്കൂളിൽ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്കിപ്പം തേർഡ് അലോട്ട്മെന്റ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്കൂളിൽ വിളിച്ച് ചോദിക്കാം, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിറ്റിയിലും ഇല്ല, അവസാനം കിട്ടിയിടത്തിലും പോകാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം? അവിടെ സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കാം, എന്റെ എത്രയാണ് കമ്മ്യൂണിറ്റിയിൽ എത്രാമത്തെ റാങ്കാണ് എനിക്ക് വരുന്നത്, എന്നെ വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാം. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, ബാക്കിയൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി പല മക്കളും ചോദിക്കുന്നുണ്ട്, തേർഡ് അലോട്ട്മെന്റിലെങ്കിലും കിട്ടുമോ ഞങ്ങൾക്ക്? മക്കളെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സീറ്റ് പല കുട്ടികൾക്കും പലർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ പലയിടത്തും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും സീറ്റ് കിട്ടാത്തത്. അതുകൊണ്ട് എന്റെ മക്കൾ പാനിക്കാവോ അല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. തേർഡ് ആവുമ്പോഴേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുവിധം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. ഇനി തീരെ കിട്ടാത്ത ആൾക്കാർക്കാണ് സപ്ലിമെന്ററിയിൽ എന്ത് ചെയ്യാൻ പറ്റുക? പുതുതായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പൊ സപ്ലിമെന്ററി ഘട്ടത്തിൽ എന്റെ മക്കൾക്കൊക്കെ പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും ഇല്ല, കിട്ടാത്ത ആൾക്കാർക്ക്. ഇനി കിട്ടിയ ആൾക്കാർക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂൾ വേണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫർ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതാണ് ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ച മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കുകയല്ല. ഇപ്പൊ പല മക്കളും ഇപ്പൊ CBSE വന്ന മക്കളടക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 92% മാർക്ക് അടക്കമുള്ള കുട്ടികൾ.
അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ടാണ് എന്തായാലും സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി തീരെ കിട്ടാത്ത മക്കള് അഥവാ വളരെ മാർക്ക് കുറഞ്ഞ മക്കളാണെങ്കിൽ മാനേജ്മെന്റ് കോട്ടകളൊക്കെ നോക്കുക. നിങ്ങൾ വിഷമിക്കരുത്. ഇനിയുള്ള ഹയർ സെക്കൻഡറി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ് മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ് +1 പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 2-3 ആഴ്ചകൾ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുക. +2 കഴിഞ്ഞ ഇതിലും പ്രശ്നങ്ങളായിരിക്കും. ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ പോലും നല്ല മാർക്ക് വേണം. അപ്പൊ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഇതേപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആരും ടെൻഷൻ ആവേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എൻ്റെ ID ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കോട്ടേന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കോട്ട ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കോട്ടയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരേ കാലയളവിൽ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ ഉപകരിക്കും എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു അലോട്ട്മെന്റിന് ശേഷം നമ്മൾ ക്ലാസ്സസ് തുടങ്ങുന്നതായിരിക്കും. സയൻസ് എടുക്കുന്ന മക്കൾക്കായാലും നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതേപോലെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മിസ് തരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.